എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു തനി നാടൻ വിഭവമാണ്. ചക്കക്കുരുവും പച്ചച്ചീരയും വെച്ച് തയ്യാറാക്കുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരൻ. ഇതിനായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് 10ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചച്ചീര എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഈ ഒരു ചീരത്തോരൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ചക്കക്കുരു ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആദ്യം പാകപ്പെടുത്തി എടുക്കാം. അതിനായിട്ട് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നുറുക്കിയെടുത്ത ചക്കക്കുരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി വേവ് കൂടുതലല്ലേ ചക്കക്കുരുവിന്, അതുകൊണ്ട് ആദ്യം ചക്കക്കുരു വേവട്ടെ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിട്ട് നമ്മുടെ ചീരയിൽ തട്ടിയിടാം. അതിനോടൊപ്പം തന്നെ അരപ്പും ഈ ചക്കക്കുരുവും കൂടി ഇട്ട് പുലർത്തിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഏകദേശം 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ലേശം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി അല്ലി, വേണ്ട വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഇത്രത്തോളം. ഇതിന് പച്ചമുളകാണ് ചതയ്ക്കുന്നത് കേട്ടോ. 2 വലിയ പച്ചമുളക്, ഒരെണ്ണം ഞാൻ മുറിച്ചിട്ട് 2 ആക്കിയിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് 3 കഷ്ണം. ഇത്രയും നമുക്ക് ചതച്ചെടുക്കാം. അരപ്പ് ഇങ്ങനെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. കടുക് താളിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീരയ്ക്ക് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ചക്കക്കുരുവിനകത്ത് ആൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഈ ഇരുമ്പേട്ടിയിൽ തിളുമ്പി ഉണ്ടായിരുന്ന ചീര വേണ്ട വാടി വളരെ കുറച്ചായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് സെറ്റാവട്ടെ. അതിന് ശേഷം നമുക്ക് അരപ്പൻ ചേർത്ത് ചക്കക്കുരുവും ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അല്പനേരം കൂടെ അടച്ച് വേവിക്കും. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊരു കുഴി ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് അരപ്പ് വെച്ച് കൊടുക്കുക. അരപ്പിൻ്റെ പച്ച മണമെന്ന് മാറുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചക്കക്കുരു കൂടി ചേർത്തെടുക്കാം. നല്ല അസാധ്യ രുചിയുള്ള നല്ല തനി നാടൻ ചക്കക്കുരു ചീരത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ നാടൻ വിഭവം, അതായത് ചക്കക്കുരു ചീരത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും.
ഇനി കൂടുതൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തൈരോ ഒരു അച്ചാറോ കൂടി മതിയാവും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.